ഏറെ പ്രിയമുള്ളവർക്ക് മലയാളം എന്ന വീഡിയോ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ദിവസമെല്ലാം കുട്ടികൾ ചോദിച്ചിരുന്നു, മലയാളം 1 ക്ലാസ് കേരള പാഠാവലി മാത്രമാണോ ചെയ്യുന്നത്, മലയാളം 2 ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അവർ കൂടിയുള്ള ഉത്തരമാണ് ഈ വീഡിയോ ക്ലാസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ മലയാളം 2ലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റാണ്. ആദ്യം മലയാളം 1, അതിനുശേഷം മലയാളം 2 എന്ന രീതിയിലാണ് ഈ വീഡിയോ ക്ലാസ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരുടെ പിന്തുണ ഉണ്ടാവണം. ഇന്ന് മലയാളം 2ലെ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ഒരു കഥയിലൂടെയാണ്. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ കഥ ശ്രദ്ധിച്ചിരിക്കണം. തുടങ്ങാം. ഈ കഥ നിങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളതായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഒരു ഉറുമ്പിൻ്റെയും പ്രാവിൻ്റെയും കഥയാണ്. പാവത്താനായ ഒരു ഉറുമ്പ് ഇങ്ങനെ പുഴയരികിലൂടെ നടന്നു പോകുമ്പോൾ കാല് തെറ്റി അത് വെള്ളത്തിൽ വീണുപോയി. നീന്താനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ മുങ്ങി മരിക്കുമെന്നുള്ളൊരു സാഹചര്യത്തിൽ പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ മരിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊരു മരം നിൽക്കുന്നുണ്ടായിരുന്നു. ആ മരത്തിന് മുകളിലൊരു പറവ ഈ കാഴ്ച കണ്ട് മുങ്ങിത്താഴ്ന്നു പോകുന്ന ആ പാവ ഉറുമ്പിനെ നോക്കി എന്താ ചെയ്യാന്നറിയാതെ ഒരു പറവ നിൽപ്പുണ്ടായിരുന്നു. ആ പറവ ആ ഉറുമ്പിൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്തു ചെയ്തെന്നറിയോ? എന്താ ചെയ്തത്? മുങ്ങി താഴുമെന്ന് കരുതിയ ഉറുമ്പിനെ സഹായിക്കാനായിട്ട് ആ പറവ ഒരു ഇല കൊത്തിയെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഉറുമ്പിന് അതൊരു കച്ചിത്തുരുമ്പായിരുന്നു. അതിൽ കയറി പിടിച്ച് പതുക്കെ ഒഴുകി കരയിലേക്ക് അത് എത്തി ജീവൻ രക്ഷപ്പെട്ടു. അല്ലേ? ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറവ ഇങ്ങനെ പറമ്പിൽ തീറ്റിയും കൊത്തി ഇങ്ങനെ മേയായിരുന്നു. അവിടെ ഒരു വേട്ടക്കാരൻ, ആ വേട്ടക്കാരൻ ഈ പറവയെ പിടിക്കാനായിട്ട് ലക്ഷ്യം വെച്ച് ഉന്നം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുവഴി ഈ ഉറുമ്പ് പോവുകയാണ്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. തന്നെ രക്ഷിച്ച പറവയല്ലേ ഇത്, അതിനെ ഈ വേട്ടക്കാരൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് തീരുമാനിച്ച് ഉറുമ്പ് എന്ത് ചെയ്തു? ആ വേട്ടക്കാരൻ്റെ ഉന്നത്തെ കളയാൻ വേണ്ടി, അതിൻ്റെ ലക്ഷ്യം തെറ്റിക്കുന്നതിനായിട്ട് വേട്ടക്കാരന് ഉറുമ്പൊരു നല്ല കടി വെച്ചു കൊടുത്തു. അങ്ങനെ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റുകയും പറവ ജീവൻ രക്ഷപ്പെട്ട് അങ്ങ് പറന്നു പോവുകയും ചെയ്തു. അങ്ങനെ പരസ്പരം അവരെന്ത് ചെയ്തു? സ്നേഹത്തോടു കൂടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത കഥ. അത് നിങ്ങൾക്കറിയാം അല്ലേ? ഞാൻ ഈ കഥയല്ല പറയാൻ പോകുന്നത്. കാലങ്ങൾക്ക് ശേഷം ഈ ഉറുമ്പും പറവയും വീണ്ടും കണ്ടുമുട്ടി. കാലങ്ങൾക്ക് ശേഷമാണല്ലോ ഇവർ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പറയാനുണ്ടായിരുന്നു അവർക്ക്. കുറേ സന്തോഷങ്ങളും കുറേ ഓർമ്മകളും ഒക്കെ അവർ പങ്കുവെച്ചു. അങ്ങനെ അവരുടെ സ്നേഹ സംഭാഷണത്തിനിടയിൽ, അവരുടെ പഴങ്കഥകൾ പറച്ചിലിനിടയിൽ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പ്രാവ് പറഞ്ഞു, അല്ലേ ഉറുമ്പേ, നീ ശ്രദ്ധിച്ച് നടക്കണം. നീ പഴയതുപോലെ ശ്രദ്ധിക്കാതെ നടന്ന് കാല് തെറ്റി പുഴയരികിൽ വീണു പോകരുത്. നീ പുഴയിൽ വെള്ളത്തിൽ പെട്ടുപോയാൽ എനിക്ക് നിന്നെ ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്തറിയോ, ഇവിടെ നിന്നെ രക്ഷിക്കാനായിട്ടേ നിനക്ക് അന്ന് ഞാൻ പറിച്ച് തന്നതുപോലെ നിനക്ക് പറിച്ച് തരാൻ ഇവിടെ ഒരിലയും ബാക്കിയില്ലാതെ പോയി. ഇവിടെ ഒരു മരങ്ങളും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് നടന്നോണം, അല്ലെങ്കിൽ വലിയ അപകടത്തിൽ പോയി നീ പെട്ടുപോകും എന്ന് പറഞ്ഞു. കുറച്ചു നേരം ആശങ്കയോടുകൂടി ഉറുമ്പ് ഇങ്ങനെ ആലോചിച്ചു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് ഉറുമ്പ് പറഞ്ഞു, നീ എന്ത് മണ്ടത്തരാണ് പറയണത്? നീ എന്നെ രക്ഷിച്ചില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ കാല് തെന്നി വീഴാൻ ഇവിടെ പുഴയൊന്നും ഇല്ലടോ. എനിക്ക് മുങ്ങി താഴാൻ പറ്റുന്ന അത്രയും വെള്ളം, പുഴവെള്ളമൊന്നും ഇന്നാട്ടിൽ ഇല്ലാണ്ടായിരിക്കണു. അതുകൊണ്ട് നീ ഇല പറിച്ച് തന്നില്ലെങ്കിലും നിനക്ക് പറിച്ചിടാൻ ഇലയില്ലെങ്കിലും എനിക്ക് യാതൊരു അപകടവും പറ്റില്ല എന്ന് പറഞ്ഞു ഒരേ ചിരിയായിരുന്നു. ഇത് കേട്ട പറവയും ഉറുമ്പും കുറച്ചു നേരം പരസ്പരം വല്ലാതെ മനസ്സ് തുറന്ന് ചിരിച്ചു. അങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കുന്നതിനിടയിൽ കുറച്ചു നേരം ചിരി കഴിഞ്ഞപ്പോൾ അവരുടെ ചിരി പതിയെ സങ്കടത്തിലേക്ക് അമർന്നുപോയി. കുറച്ചു നേരം അവർ നിശബ്ദമായി. അതിനുശേഷം അവർ വീണ്ടും വലിയ സങ്കടത്തിൽ കരഞ്ഞുപോയി. ചിരിച്ച് അവർ കരഞ്ഞുപോയി.
ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കഥ. കഥ എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഉറുമ്പിനെ രക്ഷിക്കാൻ പോലും പറിച്ചിടാൻ ഇലകളില്ലാത്ത മരങ്ങളില്ലാത്തൊരു കാലത്താണ് അവരുടെ ലോകം നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നത്. ഉറുമ്പിന് പോലും മുങ്ങി താഴാൻ പറ്റാത്ത, വെള്ളമില്ലാത്ത, പുഴ മരിച്ചുപോയ ഒരു കാലത്തൂടെയാണ് ഉറുമ്പും പറവയും ഇന്ന് അതിനെ നോക്കിക്കാണുന്നത്, അതിൽ ജീവിച്ചു പോരുന്നത് അല്ലേ. ഈ ഭൂമി എല്ലാവരുടെയാണ്. ഈ ഭൂമി മനുഷ്യൻ്റെ മാത്രമാണോ? അല്ല. ഈ ഭൂമി ഇവിടെ കാണുന്ന എല്ലാ ജന്തുജീവജാലങ്ങൾക്കും, പറവകൾക്കും, ഉറുമ്പുകൾക്കും, കണ്ണിൽ കാണുന്നതും കാണാൻ കഴിയാത്തതുമായ എല്ലാ ജീവികൾക്കും കൂടിയുള്ളതാണെന്ത്? ഈ ഭൂമി. പക്ഷേ അതിനെന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഈ യൂണിറ്റിൻ്റെ പേര് കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കനിവും കരുതലും. പറവയുടെയും ഉറുമ്പിൻ്റെയും കഥ നമുക്ക് തരുന്ന ആശയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വെള്ളത്തിൽ പെട്ടുകിടക്കുന്ന ഉറുമ്പിനോട് വലിയൊരു കനിവ് തോന്നി, അലിവ് തോന്നി, കരുതലോടുകൂടി ഇല എറിഞ്ഞു കൊടുത്ത ആ പറവയുടെ കഥ ഈ യൂണിറ്റിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വേടൻ്റെ തോക്കിന് മുമ്പിൽ മരിച്ചു പോകുമായിരുന്ന പറവയെ രക്ഷിക്കാനുള്ള കനിവും പരസ്പര സഹായവും നന്ദിയും കാണിച്ച ഉറുമ്പ്. അങ്ങനെ കനിവും കരുതലും എന്ന യൂണിറ്റിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിട്ടുള്ളത്. കനിവും കരുതലും ഉണ്ടായിരിക്കണം പരസ്പരം. ജീവികൾ തമ്മിലാണെങ്കിലും മനുഷ്യർ തമ്മിലാണെങ്കിലും പ്രകൃതിയോടാണെങ്കിലും കനിവും കരുതലോടെയും മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സഹജീവികളോടും ജീവജാലങ്ങളോടും സഹപ്രവർത്തകരോടുമൊക്കെ വലിയ കനിവും കരുതലും ഉള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഒരു ചിത്രം നൽകിയിരിക്കുന്നത് കണ്ടല്ലോ. 2 ചിത്രങ്ങളാണ് അതിൽ നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചിത്രം ശ്രദ്ധിച്ചല്ലോ. ഒരു സന്തോഷം നൽകുന്ന ചിത്രമാണ്, സമൃദ്ധിയുടെ ഒരു ചിത്രമാണ്. കാടും പടലവുമൊക്കെയായി പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമി, അവിടെ ചിറകുകൾ വെച്ച് പറക്കുന്ന, ചിറകുകളിൽ സന്തോഷിക്കുന്ന മനുഷ്യർ, അവിടെ മരക്കൊമ്പിൽ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുന്ന ഒരു മയിൽ, തെളിഞ്ഞ ആകാശം, കൂടാതെ ആ തെളിഞ്ഞ ആകാശത്തിൽ വളരെ സുന്ദരമായി പറക്കുന്ന മേഘങ്ങൾ. ആ കാഴ്ച കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്. നന്മയുടെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ചിത്രമായിട്ട് എനിക്ക് ആ ചിത്രത്തെ തോന്നിപ്പോയി. എന്നാൽ അതിനുശേഷം രണ്ടാമതുള്ള ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താ ചിത്രത്തിൻ്റെ പ്രത്യേകത? മൊത്തം വെണ്ട് കീറിയ മണ്ണ് അല്ലേ. എന്തോ അസുഖം ബാധിച്ചതുപോലെ മരിച്ചുപോയി കിടക്കുന്ന ഈ ഭൂമിയുടെ ഒരു ചിത്രമാണത്. അവിടെ 2 മനുഷ്യർ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും വേദനയോടുകൂടി ക്ഷീണിച്ച് അവർ എന്തോ ചുമലിൽ എറ്റിപ്പിടിച്ച് നടന്നു പോകുന്നൊരു ചിത്രം. എന്താണത്? ഒരു തുള്ളി ജലം, കുടിവെള്ളത്തിനു വേണ്ടി അലയുന്ന മനുഷ്യർ. അങ്ങനെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന, വെള്ളം പോലും കിട്ടാത്ത ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ ചിത്രം. ഈ 2 ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം, താരതമ്യം, അത് കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാവനയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ 2 ചിത്രങ്ങൾ എന്താണ്, എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യന് വേണ്ടുവോളമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ അത്യാർത്തിക്കുള്ളത് ഇവിടെ ഇല്ല എന്ന മഹാത്മാഗാന്ധിയുടെ ഒരു വചനം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് ആവോളം എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. അതിനെ അത്യാർത്തിക്ക് വേണ്ടി ഈ പ്രകൃതിയെ മാറ്റിത്തീർക്കുമ്പോൾ, പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന വലിയ ആപത്തിനെയാണ് താഴത്തെ ചിത്രം ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. മഴക്കാലമായി കഴിഞ്ഞാൽ അതൊരു പ്രളയമാവുകയും, വേനൽക്കാലമാവുമ്പോൾ സൂര്യതാപവും പൊള്ളലേറ്റ വാർത്തകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറുന്നുണ്ട്. 50 ഡിഗ്രിക്ക് മുകളിൽ ചൂടുയർന്ന വർഷം കൂടി നമുക്ക് കടന്നുപോയി. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? മനുഷ്യൻ്റെ പ്രവർത്തികൾ തന്നെയാണ് അതിനുള്ള കാരണം അല്ലേ. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ട മനുഷ്യൻ പ്രകൃതിയോട് മുഖം തിരിഞ്ഞ് നടക്കുമ്പോൾ, അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഭൂമി, താഴത്തെ ചിത്രത്തിലേതുപോലൊരു ഭൂമി സംഭവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മോടുകൂടി ഈ ഭൂമിയിലൊന്നും അവസാനിക്കാൻ പാടില്ല.
നാളത്തേക്ക് കൂടി കരുതി വെക്കേണ്ടതുണ്ട്. കനിവോടുകൂടി പെരുമാറി നാളത്തേക്ക് വേണ്ടി ഈ ഭൂമിയെ കരുതലോടുകൂടി സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് കഴിയണ്ടേ? വരുന്ന തലമുറയ്ക്ക് ഇന്നുള്ള രീതിയിലെങ്കിലും ഈ ഭൂമിയെ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നമ്മളാണ്. വികസനം വേണം അല്ലേ? നമുക്ക് കെട്ടിടങ്ങൾ വേണം, വിദ്യാലയങ്ങൾ വേണം, ആശുപത്രികൾ വേണം, പുരോഗമനമുണ്ടാവണം. പക്ഷേ പ്രകൃതിയെ അകാരണമായി നശിപ്പിച്ചുകൊണ്ട് വനങ്ങളെയും കാടുകളെയും എല്ലാം ഒരു ലക്ഷ്യബോധമില്ലാതെ ദൂർത്തടിച്ചുകൊണ്ടുള്ള ഒരു വികസനം, അത് ഈ നാടിനെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിഷ്കളങ്കരായ നിങ്ങൾ കുട്ടികൾ തിരിച്ചറിയണം, ഈ പ്രകൃതി നാളേക്ക് കൂടി മാറ്റിവെക്കേണ്ടതാണെന്ന്. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മരങ്ങളെ ശുശ്രൂഷിക്കാതെ പോകുന്ന ഓരോ ദിവസവും ഭൂമിയോട് ചെയ്യുന്ന ദ്രോഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നേരത്തെ പരസ്പരം കരഞ്ഞുപോയ, സന്തോഷത്തിൽ നിന്നും ചിരിച്ച് കരഞ്ഞുപോയ പറവയും ഉറുമ്പും അത് മനുഷ്യനിലേക്ക് എത്താൻ വലിയ കാലമില്ല. നമുക്കങ്ങനെ ഈ പ്രകൃതി മുഴുവൻ നശിച്ചു പോയെന്ന് കരയേണ്ട കാലത്തിലേക്ക് എത്താതെ ഇതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും ഈ യൂണിറ്റിലെ അടുത്ത പാഠഭാഗം പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്താണ് ഈ യൂണിറ്റ് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട വിഷയമൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. കനിവും കരുതലും അതെല്ലാത്തിനോടും വേണം. സഹജീവികളോടും പ്രകൃതിയോടും എന്തിന് നമ്മുടെ മുമ്പിലുള്ള എല്ലാത്തിനോടും സ്നേഹത്തോടെ കരുതലോടുകൂടി പെരുമാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സ്നേഹത്തോടു കൂടി ഇവിടെ പറയുന്നു. നന്ദി.